2019-നും 2024-നും ഇടയിൽ യുകെയിലേക്ക് എത്തിയ ആൾക്കാരുടെ എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരങ്ങളാണ് ഇവിടേക്ക് പല പല വിസകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 2021 വരെ വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് PR കിട്ടാൻ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ ഈ ഒരു മെയ് 12-ാം തീയതി വന്ന വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PR 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കും. പക്ഷെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി ആയിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ ലേബർ ഗവൺമെൻറ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭരണകാലാവധി, അതായത് 2024 ജൂലൈയിൽ വന്നെങ്കിൽ 2029 ജൂലൈ വരെ ആയിരിക്കും ഇവരുടെ ഒരു ഭരണ കാലാവധി എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു അടുത്ത ഇലക്ഷൻ വരില്ല. അപ്പോൾ അതിനോടിടയ്ക്ക് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോഴേ UK-യിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ ആൾക്കാർ തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ധാരാളമായിട്ട് പല MP-മാർക്കും ഇപ്പോൾ ഓൾറെഡി ഇമെയിലുകൾ അയച്ചിരിക്കുന്നു. അവർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു നിയമം ഇവിടെ നമ്മളെ ബാധിക്കുന്ന ഈ ഒരു നിയമം കൊണ്ടുവരരുതേ. കാരണം നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്കിൽഡ് ആൾക്കാർ, നേഴ്സസ് ആണെന്നുണ്ടെങ്കിലും എൻജിനീയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ജോലി ചെയ്ത് ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ വലിയ ഒരു ടാക്സിൽ കൂടിയൊക്കെ നമ്മൾ ഇവിടുത്തെ എക്കോണമിയെ വലിയ രീതിയിൽ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മെയ് 12-ന് ശേഷം വലിയ ഒരു കൺസൾട്ടേഷൻ നമ്മൾ നടത്തിയത്. ആ ഒരു കൺസൾട്ടേഷനിൽ നമ്മളെല്ലാവരും വലിയ രീതിയിൽ പ്രതികരിച്ചു. ഏകദേശം 1,45,000-ഓളം ആൾക്കാരാണ് ആ ഒരു പെറ്റീഷനിൽ സൈൻ ചെയ്ത് അയച്ചത്. ഇപ്പോൾ ഈ 1,00,000-ൽ കൂടുതൽ ഒരു പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്തായാലും അത് പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർലമെൻറ്റിൽ ഇപ്പോഴേ വലിയ രീതിയിൽ ഡിസ്കഷൻ നടന്നിരിക്കുന്നു. അതിൻ്റെ ഒരു റെസ്പോൺസാണ് ഇപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഈ ഒരു റെസ്പോൺസിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവർ ഈ ഒരു PR 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപമാണ് ഇപ്പോഴേ വെളിയിൽ വിട്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മളുടെ ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളതിലൊരു 99% ആൾക്കാരും ലീഗലായിട്ട് ഇവിടെ വർക്ക് പെർമിറ്റിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊരു കാരണവശാലും PR നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്നറിയാം. കാരണം ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഒരാൾക്കാർ പലപ്പോഴും അവർ ചോദിക്കുന്ന കാര്യമാണ് നമ്മളെ ഇതൊക്കെ ബാധിക്കുക. കാരണം നിങ്ങളെ ബാധിക്കത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് PR കൗണ്ട് ചെയ്ത് നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടുന്ന ആ ഒരു ദിവസം മുതൽ 5 വർഷമാണ് നമുക്ക് PR കൗണ്ട് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ഒരു ആളിനെ സംബന്ധിച്ചോളം നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് ഇവിടെ. കാരണം നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾ മാറിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് PR കിട്ടാനുള്ള ആ ഒരു ഡേയ്സ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തൊട്ട് 5 വർഷമായിരിക്കും നിങ്ങളുടെ PR എലിജിബിലിറ്റി കൗണ്ട് ചെയ്യുന്നത്. വർക്ക് പെർമിറ്റിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു ആളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തേക്ക് ഇപ്പോൾ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി. ആ 2 വർഷം നിങ്ങൾ ജോലി ചെയ്തു. നിങ്ങൾ 2 വർഷം കഴിഞ്ഞ് വേറൊരു വർക്ക് പെർമിറ്റിലേക്ക് വേറൊരു എംപ്ലോയറിൻ്റെ അണ്ടറിലേക്ക് പോയി വേറൊരു വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ 2 വർഷം തൊട്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ വർക്ക് പെർമിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ടുള്ള ആ ഒരു ഡേയ്സ് ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു PR എലിജിബിലിറ്റിക്ക് വേണ്ടി കൗണ്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരു എംപ്ലോയറിൽ നിന്നും മറ്റൊരു എംപ്ലോയറിലേക്ക് വർക്ക് പെർമിറ്റ് കിട്ടി പോയതുകൊണ്ടൊന്നും നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങളുടേത് പോകത്തില്ല. UK-യിലെ നിയമം അനുസരിച്ച് നിങ്ങൾ വർക്ക് പെർമിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം ജോലി ചെയ്തിട്ടുണ്ടോ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ PR-ന് എലിജിബിൾ ആകും. ഗവൺമെൻറ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 2024-ൽ മാത്രം ഇവിടെ ഏകദേശം 1,60,000-ഓളം ആൾക്കാർക്ക് ഗവൺമെൻറ് PR നൽകി. 2023-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 35% കൂടുതൽ ആൾക്കാർക്കാണ് 2024 നൽകിയിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നോക്കുന്നത് 2019-നും 2024-നും ഇടയിൽ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയ്ക്ക് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2024 ജൂലൈ മാസമാണ് ലേബർ ഗവൺമെൻറ് അധികാരമേറ്റെടുത്തത്. ഇത് മെയ് മാസമാണ്. 10 മാസമായപ്പോഴേക്കും ഏകദേശം 40,000-ഓളം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇംഗ്ലീഷ് ചാനൽ കടന്നുകൊണ്ട് ചെറിയ ബോട്ടുകളിലായിട്ട് ഇപ്പോൾ UK-യിൽ എത്തിയിട്ടുണ്ട്. 40,000 ആൾക്കാർ സകല റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ UK-യിലേക്ക്. ഇതൊക്കെ ഗവൺമെൻറ്റിന് വലിയ തലവേദനയാണ്. കാരണം ഓരോ ദിവസവും നോക്കുമ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ
നിങ്ങൾക്ക് PR കൊടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തലാക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളന്മാരുടെയോ അല്ലെങ്കിൽ നേഴ്സന്മാരുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈ സ്കിൽഡ് ആൾക്കാരുടെ പോലും റിക്രൂട്ട്മെൻറ്റുകൾ വളരെയധികം കുറവാണ് ഇപ്പോഴിവിടെ നടക്കുന്നത്. നമ്മൾ UK PR കുറിച്ച് എപ്പോഴും പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പോയിൻ്റാണ്, UK PR എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രിവിലേജ് നോട്ട് എ റൈറ്റ്. ഇതൊരു അവകാശമല്ല, നമുക്ക് നൽകുന്ന ഒരു പരിഗണനയാണ്. ഈ ഒരു റെസ്പോൺസിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ സമൂഹത്തിനും നല്ല രീതിയിൽ സംഭാവന നൽകുന്ന ആൾക്കാരെ അവർ PR-ൻ്റെ ആ ഒരു ഡ്യൂറേഷൻ്റെ ആ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതായത് നിങ്ങളിപ്പോൾ ലീഗലായിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിങ്ങൾ സംഭാവനകൾ നൽകുന്നു, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സംഭാവനകൾ നൽകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിന്റ് അധിഷ്ഠിത സംവിധാനം വികസിപ്പിച്ചും സെറ്റിൽമെൻറ്റിനുള്ള സ്റ്റാൻഡേർഡ് യോഗ്യതാ കാലയളവ് 10 വർഷമായി വികസിപ്പിച്ചും ഞങ്ങളുടെ സെറ്റിൽമെൻറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. UK സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകളെ അടിസ്ഥാനമാക്കി സെറ്റിൽമെൻറ്റിലേക്കുള്ള യോഗ്യതാ കാലയളവ് കുറയ്ക്കാൻ വ്യക്തികൾക്ക് അവസരം ലഭിക്കും. അതായത് നമ്മൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജോലിക്ക് വന്ന ഒരാളെന്ന് പറഞ്ഞാൽ ലീഗലായിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന സാലറിയിൽ നമുക്കറിയാമല്ലോ നല്ലൊരു ശതമാനം ടാക്സ് അവരുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചാരിറ്റി വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഒരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ചാരിറ്റി വർക്കാണ്. അതെല്ലാം നിങ്ങളുടെ ടൗണുകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള ചാരിറ്റി കടകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ധാരാളം സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഒരു ദിവസം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ എന്തെങ്കിലുമൊക്കെ ചാരിറ്റി ജോലികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ വലിയ രീതിയിൽ ഇതിന് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അത്രമാത്രം സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം ഒരു 20-30 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ബാക്കി വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കും. അതാണ് ഗവൺമെൻറ് പ്രധാനമായിട്ട് ഈ ഒരു റെസ്പോൺസിൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അവർ ഈ ഒരു 5 വർഷത്തിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗവൺമെൻറ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവർ നോക്കുന്ന കാര്യം വെച്ചാൽ ലീഗലായിട്ട് വന്നിട്ടുള്ള വലിയ ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ലീഗലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ആളാണ്, നിങ്ങൾ ഇവിടുത്തെ സമൂഹത്തിന് വേണ്ടി സംഭാവനകൾ നൽകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ PR നൽകുമെന്നാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിട്ട് അവർ ഫൈനലി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസൾട്ടേഷനിൽ പങ്കെടുത്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫൈനൽ തീരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള കൂടുതൽ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് MP-മാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാവരുടെയും കൺസൾട്ടേഷനിൽ ആ ഒരു പരിഗണന വന്നതിന് ശേഷം മാത്രമായിരിക്കും അവസാനം ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നതാണ്. അപ്പം എന്തായാലും ഇതിന് കുറച്ചുകൂടി സമയമെടുക്കും. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2029 ഏതെങ്കിലുമൊക്കെ ഒരു സമയത്തായിരിക്കും ഈ ഒരു നിയമം വരുന്നത്. പക്ഷേ ആ ഒരു നിയമം വരുമ്പോഴും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇത് വലിയ രീതിയിൽ ബാധിക്കത്തില്ല എന്നാണ് ഈ ഒരു കൺസൾട്ടേഷൻ്റെ റെസ്പോൺസായിട്ട് ഗവൺമെൻറ് പുതുതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇതാണ് ഏറ്റവും റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.